ക്രിമിനോളജിയിലെ മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള ഓർഗനൈസ്ഡ് ക്രൈംസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്ടർ വോൾട്ടർ റെക്ലസ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രൈംസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു അൺലോഫുൾ മിസ് അഡ്വെഞ്ചർ ആണ്. ഇത് ക്യാരി ചെയ്യുന്നത് ബോസസ് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റേഴ്സ്, ഒരു ഹൈറാർക്കിയൽ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇതൊരു ഹൈറാർക്കിയലായിട്ടൊരു സ്ട്രക്ചറാണ് ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസ്ഡ് ക്രൈംസിന്. ആരാണ് ഒരു ടോപ്പ് പൊസിഷനിലിരുന്നിട്ട് ഒരാളായിരിക്കും താഴേക്കുള്ളവരെ ലീഡ് ചെയ്യുന്നത്. ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത് കമ്മിറ്റ് ചെയ്യുന്നത് രണ്ടോ രണ്ടിലധികമോ ക്രിമിനൽസ് ആയിരിക്കും. അതിന്ന് ജോയിൻറ്റ് വെഞ്ചറാണ്, ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ്, ഒരു ഓർഗനൈസ്ഡ് മാനറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു അൺലോഫുൾ അസോസിയേഷൻ, മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു അൺലോഫുൾ അസോസിയേഷൻ ആയിട്ട് അവർ ഇല്ലീഗലി ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുകയാണ്. അവിടെ എന്താണ് ഈ ഓർഗനൈസ്ഡ് ക്രൈംസിന് ഒരു ക്രിമിനൽസിനൊരു ഹൈറാർക്കി ഉണ്ട്. ടോപ്പിൽ ഒരാളിരിക്കും, അതിൻ്റെ താഴെ അങ്ങനെ. ടോപ്പിലിരിക്കുന്നത് ക്രിമിനൽ ലോഡ്സ് ആയിരിക്കും. ഈ ലോഡ്സ് ആയിരിക്കും ഈ ഗ്യാങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ അവിടെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ആ ലോഡായിരിക്കും. ഓർഗനൈസ്ഡ് ക്രൈംസ് എന്ന് പറയുന്നത് പുതുതായിട്ട് വന്നൊരു കാര്യമല്ല. സെഞ്ച്വറീസ് ആയിട്ടേ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഓർഗനൈസ്ഡ് ക്രൈംസ് എന്ന് പറയുന്നത്. ഇവിടെ ക്രിമിനൽസ് ഒരു ഫോമൽ അല്ലെങ്കിൽ ഇൻഫോമൽ ഗ്രൂപ്പ് അവർ തന്നെ ഓർഗനൈസ് ചെയ്യുന്നു. അവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ലോയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവർ നടത്തുന്നു. ഇതാണ് സാധാരണയായിട്ട് നടക്കുന്നത്. ഇനി എഡ്വിൻ സൂദർലാൻഡിൻ്റെ ഇത് പ്രകാരം ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ തിങ് ഇൻ കോമൺ എമംഗ് ദീസ് ക്രിമിനൽ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് ദേ ഹാവ് എ കോമൺ ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് ലോ. ഇവർക്ക് എന്തായിരിക്കും? നിയമത്തിനോടൊരു കോമൺ ഹോസ്റ്റിലിറ്റി ആയിരിക്കും. ഇതാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈംസിലെ ഉള്ളവരെ അവർക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അവരെന്ത് ചെയ്യുന്നു? ലോയോട് ഒരു ഹോസ്റ്റിലിറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ദ മെമ്പേഴ്സ് അസിസ്റ്റ് ആൻഡ് പ്രൊട്ടക്ട് ഈച്ച് അതർ ഫ്രം ലോ എൻഫോഴ്സിങ് അതോറിറ്റീസ്. ഇവർ ഒരുമിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ലോ എൻഫോഴ്സിങ് അതോറിറ്റിയെ ഒരുമിച്ചായിരിക്കും ഇവർ തടയുന്നത്. ഇനിയിപ്പോൾ പോലീസോ അങ്ങനെയൊക്കെ ആരെങ്കിലും തടയാൻ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇത് ഇവരുടെ ആ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറസ്റ്റിനോ ഡിറ്റൻഷനോ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ ഒത്തൊരുമിച്ച് അവരൊരു ഇത് ചെയ്തിട്ട് ഒരു ടാക്ടിക്സ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇവരെ തടയും. അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഈ പറഞ്ഞിട്ടുള്ള ലോ എൻഫോഴ്സിങ് അതോറിറ്റിയെ തടയാറാണ് പതിവായിട്ട് കാണാറുള്ളത്. ഇനി ഈ ഓർഗനൈസ്ഡ് ക്രൈംസിൻ്റെ അകത്തെ മെയിനായിട്ടുള്ള കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർഗനൈസ്ഡ് പ്രിഡേറ്ററി ക്രൈംസ്, ക്രൈം സിൻഡിക്കേറ്റ്, ക്രിമിനൽ റാക്കറ്റ്സ്, പൊളിറ്റിക്കൽ ഗ്രാഫ്റ്റ്, സ്മഗ്ലിംഗ്, ഇതൊക്കെയാണ്. അതിൽ പ്രിഡേറ്ററി ക്രൈംസ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ പേഴ്സൺസ് കമ്മിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? അവരുടെ ഗെയിനിന് വേണ്ടിയായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഇവിടെ വിക്ടിംസിനൊന്നും പ്രത്യേകിച്ച് സർവീസോ ബെനിഫിറ്റോ കൊടുത്തതിന് ശേഷമായിരിക്കത്തില്ല ഇവർ ഈ ഗെയിൻ അവർക്ക് കിട്ടുന്നത്. ഇപ്പം ഒരു വ്യക്തി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വിക്ടിമിന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ബെനിഫിറ്റ് കൊടുത്തിട്ടോ ആയിരിക്കത്തില്ല ഈ ക്രൈം കമ്മിറ്റ് ചെയ്ത ആൾക്ക് അവിടെ ഒരു ഗെയിൻ ഉണ്ടാവുന്നത്. ഓക്കെ. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി കാരണമാണ് ഇതുണ്ടാകുന്നത്. പ്രിഡേറ്ററി ക്രൈമിൻ്റെ അകത്ത് റേപ്പ്, തെഫ്റ്റ്, കൗണ്ടർ ഫീറ്റിംഗ് ഒക്കെ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് എൻ്റയർ സൊസൈറ്റി ഈ പ്രിഡേറ്ററി ക്രൈംസിന് എഗനിസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ടെററിസം എന്ന് പറയുന്നത് പ്രിഡേറ്ററി ക്രൈമിൻ്റെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫോമാണ്. അതുപോലെ ടെററിസം എക്സ്പ്രസസ് ഇറ്റ് സെൽഫ് ഇൻ ദ ഫോം ഓഫ് പൊളിറ്റിക്കൽ ടെററിസം ഉണ്ട്, റിലീജിയസ് ടെററിസം ഉണ്ട്, നാർക്കോ ടെററിസം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വയലൻസും കില്ലിങ്ങും ഇൻവോൾവ് ആകുന്നുണ്ട്. റൂട്ട് കോസ് ഓഫ് ടെററിസം എന്താണ്? എത്തനിക് അല്ലെങ്കിൽ റിലീജിയസ് ഫണ്ടമെൻ്റലിസം ആയിരിക്കും. ടെററിസം മെയിനായിട്ട് ഉണ്ടാകുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അവരുടേതായിട്ടുള്ളൊരു ഫോമോ അവരുടേതായിട്ടുള്ളൊരു കൾച്ചറോ കാര്യങ്ങളോ കാണും. ഒന്നെങ്കിൽ അതിൻ്റെ അകത്തെ ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ ആയിരിക്കാം എന്ത് നടത്തുന്നത്? ഈ ടെററിസം നടത്തുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്രൈം സിൻഡിക്കേറ്റ് ആണ്. ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രിമിനൽ ഗ്യാങ് ആണ്. അവർ ഇല്ലീഗൽ ആയിട്ടുള്ള ഗുഡ്സോ സർവീസസോ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവരെ പൊതുവെ അറിയപ്പെടുന്നത് മാഫിയ എന്നാണ്. അവരുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഗ്യാംബ്ലിങ്, ബൂട്ട് ലെഗിങ്, അതുപോലെ തന്നെ ആൽക്കഹോളും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഇല്ലീഗൽ മാനുഫാക്ചർ, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് അവർ നോക്കുന്നത്. അതുപോലെ തന്നെ ദേ എക്സ്പെക്റ്റ് ഫ്രം ദെയർ കസ്റ്റമേഴ്സ് അട്രാക്റ്റീവ് പേയ്മെൻറ്റ്സ് ഫോർ ദെയർ സർവീസ്. ഇവർ ചെയ്യുന്ന സർവീസിന് അവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഒരു
ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ്, അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഗ്രോത്ത് ഓഫ് ദീസ് ക്രൈംസ് ഈസ് ഡ്യൂ ടു ഇല്ലെജിറ്റിമേറ്റ് പബ്ലിക് ഡിമാൻഡ്സിൽ നിന്നുമാണ് ഇത് വളർന്നു വരുന്നത്. ഈ സിൻഡിക്കേറ്റ് എന്തായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്റ് ഫ്രം ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ് വെയർ ദേ ഹാവ് ദെയർ ബോസസ്. ഇവർക്കൊരു ബോസ് കാണും. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുമായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർക്ക് കുറേ ഏജൻസുകളും എംപ്ലോയീസുകളും ഒക്കെ കാണും. ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഗ്യാങ്സ് ആയിരിക്കും ഇവരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഇൻഫ്ലുവൻസും കാണും. അതുകൊണ്ട് തന്നെ ഈ പ്രോസിക്യൂഷനും അറസ്റ്റും ഒക്കെ തടയാനുള്ള കേപ്പബിലിറ്റി ഈ പറഞ്ഞിട്ടുള്ള സിൻഡിക്കേറ്റ് ക്രൈമിൽ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് ക്രിമിനൽ റാക്കറ്റാണ്. ക്രിമിനൽ റാക്കറ്റ് മറ്റൊരു തരത്തിലൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. റാക്കറ്റിംഗ് എന്ന് പറയുന്നത് പ്രെഡേറ്ററി ക്രൈംസിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. പ്രെഡേറ്ററി ക്രൈംസിൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വിക്ടിംസിന് സർവീസ് കൊടുക്കുന്നില്ല. പക്ഷേ റാക്കറ്റിംഗിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ വിക്ടിംസിന് എന്ത് കൊടുക്കുന്നുണ്ട്? ചില തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഇപ്പം റാക്കറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവരുടെ കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നു, വാങ്ങുന്നു, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ കാണും. റാക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ് ഒഫീഷ്യൽസിലും കോൺട്രാക്റ്റിലുമൊക്കെ കോൺസ്പീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, റോഡ്, ബ്രിഡ്ജ്, അങ്ങനെയൊക്കെയുള്ളതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. പീപ്പിൾ യൂസിങ് ദെയർ മസിൽ പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. അവരുടെ മസിൽ പവറും ഇൻഫ്ലുവൻസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ റോഡും ബിൽഡിങ്ങും കൺസ്ട്രക്ഷനും ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഈ ഗ്യാങ്സ് എന്ന് പറയുന്നത് ഓൾസോ മാനേജ് ടു കീപ് ദെയർ റിവൽ ഗ്രൂപ്പ്സ് ഔട്ട് ഓഫ് ദ ഫീൽഡ്. ഇവരുടെ റിവൽ ഗ്രൂപ്പ്സിനെ ഈ ഫീൽഡിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി പൊളിറ്റിക്കൽ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സെനറ്റ് ഇലക്ഷൻ്റെ അകത്ത് വോട്ട് ബൈയിങ് നടത്തിയതാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്? അവരുടെ പൊളിറ്റിക്കലി പവർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൈസ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയോ ഒക്കെ പൊളിറ്റീഷ്യൻസ് ഓരോന്ന് ചെയ്യുന്നുണ്ട്. പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് തന്നെ ലോ മേക്കേഴ്സാണ്. പക്ഷേ അവർ ഒരുപാട് തരത്തിലുള്ള ക്രൈംസുകൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോന്ന് ഹയേർഡ് ആയിട്ടുള്ള ക്രിമിനൽസിനെ വയലൻസിന് വേണ്ടിയും റൈറ്റ്സിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുക, വോട്ട് ബൈയിങ് നടത്തുക, ഒന്നിൽ കൂടുതൽ വോട്ട് കാസ്റ്റ് ചെയ്യുക ഒരാൾ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടെ വരുന്നത്. ഇനി ഇവിടെ വോഹ്റ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വോഹ്റ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അകത്ത് ഓർഗനൈസ്ഡ് ക്രിമിനൽ ഗ്യാങ്സും പൊളിറ്റീഷ്യൻസും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അവർക്ക് ബ്യൂറോക്രാറ്റ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹെൽപ്പിനെ പറ്റിയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ലിങ്കിനെ പറ്റിയാണ് ഈ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെന്തോ ചെയ്തു? പാർലമെൻറ്റിൽ ഓഗസ്റ്റ് 1995 ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് ഓർഗനൈസ്ഡ് ക്രിമിനലുകൾക്ക് ലോക്കൽ ലെവൽ പൊളിറ്റീഷ്യൻസിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് തരത്തിലുള്ള ഹെൽപ്പുകൾ കിട്ടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദ ക്രിമിനൽ മിസ്ഡീഡ് ഓഫ് ഹൈ ലെവൽ പൊളിറ്റീഷ്യൻസ് ആർ ജനറലി ഇഗ്നോർഡ് ബൈ ദ അതോറിറ്റീസ് കൺസേൺഡ്. പിന്നെ ഇവിടെ പറയുന്ന മെയിൻ ഓർഗനൈസ്ഡ് ക്രിമിനൽസിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ക്രിമിനൽസ് തമ്മിൽ ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് ഒരു യൂണിറ്റിയും സോളിഡാരിറ്റിയും കാണും. അതുപോലെ ഡിറ്റൻഷൻ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈംസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ലോ എൻഫോഴ്സിങ് അതോറിറ്റിക്ക് പെട്ടെന്ന് ചെന്ന് ഇവരെ അറസ്റ്റ് ചെയ്യാനോ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ലീഡേഴ്സും മെമ്പേഴ്സും ഉണ്ടായിരിക്കുന്നതാണ്. അവരുടേതായിട്ടുള്ള കോഡ്സും എത്തിക്സും ആയിരിക്കും അവർക്കുണ്ടാകുന്നത്. സം ഓഫ് ദ ക്രിമിനൽ ആക്ടേഴ്സ് വാച്ച് ഡോഗ് സേഫ് ഗാർഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദി ഗ്യാങ്. ഒരാൾ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ ഗ്രൂപ്പിൽ തന്നെ മറ്റുള്ളവർ കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസ്ഡ് ക്രൈമിൽ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്